ജോൺ ഹോനായി എന്ന പേര് എല്ലാ മലയാളികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് അല്ലേ? 1990s ഇപ്പോഴും എല്ലാരെയും കുടുകൂടെ ത്രൂ ഔട്ട് ചിരിപ്പിച്ച ഇൻ ഹരിഹർ നഗറിലെ വില്ലനായി എത്തുന്ന ക്യാരക്ടർ. ഇപ്പോൾ അതേ വില്ലന്റെ പേരിൽ ഒരു സിനിമ കൂടി ഇറങ്ങിയിരിക്കുകയാണ് മോളിവുഡിൽ. ഇൻ ഹരിഹർ നഗറിന്റെ ക്ലൈമാക്സിൽ ഋഷഭാവ് അവതരിപ്പിച്ച ജോൺ ഹോനായി എന്ന വില്ലൻ മരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ ജോൺ ഹോനായി എന്ന ഫിലിമിലൂടെ വീണ്ടും ആ പേര് എല്ലാവരും കേൾക്കുകയാണ്. ടി.എ. തൗഫീഖ് ഡയറക്ട് ചെയ്ത് ഫസൽ എഴുതിയ ഈ സിനിമയിൽ ഹരിഹർ നഗറിലെ 4 ഹീറോസും തന്നെയാണ് അഭിനയിക്കുന്നത്. മുകേഷ്, സിദ്ദിഖ്, അശോകൻ ആൻഡ് ജഗദീഷ്. അൻസിബ ഹസൻ ഈ സിനിമയിൽ ഒരു കീ റോൾ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷിജു സുദേവൻ, മധു, BKS പണിക്കർ എന്നിവർ ചേർന്നാണ്. മുകേഷും ജഗദീഷും അശോകനും പിന്നെ സിദ്ദിഖും ഒക്കെയാണ് ഹീറോസ് എങ്കിലും ഇൻ ഹരിഹർ നഗറിലെ ക്യാരക്ടേഴ്സ് അല്ല ഇവർ പ്ലേ ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിനെയാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ കഥ റിവോൾവ് ചെയ്യുന്നത് ജാഫർ, ജോൺ, ജനാർദ്ദനൻ എന്നീ 3 പേരുടെ ചുറ്റുമാണ്. ഇവർക്ക് അപ്രതീക്ഷിതമായി കുറേയേറെ പണം കിട്ടുകയും അതുകൊണ്ട് ദുബായിലേക്ക് ഒരു പ്ലഷർ ട്രിപ്പിന് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഇവർ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു. അതൊക്കെയാണ് ഈ ഫിലിമിന്റെ കഥ. ഇതൊരു 2 hours കോമഡി എന്റർടൈനർ ആണ്. ശ്രീകുമാറും കലാഭവൻ നവാസുമാണ് ജനാർദ്ദനൻ ആൻഡ് ജാഫർ എന്ന ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ജോണായി ഒരു പുതുമുഖമാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ജോൺ ഹോനായി എന്ന വില്ലനായി എത്തുന്നത് ഇത്തവണ സിദ്ദിഖാണ്. മുകേഷ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായാണ് ഈ ഫിലിമിലെത്തുന്നത്. ജഗദീഷ് ഒരു ബാങ്ക് മാനേജറായും പിന്നെ അശോകൻ ജോണി വാളുകാരൻ എന്ന ക്യാരക്ടറിലാണ് എത്തുന്നത്. കോമഡി സുൽത്താൻമാരായി ഇവരൊക്കെ ഫിലിമിലുണ്ടെങ്കിലും പറയാതെ വയ്യ, ജോൺ ഹോനായി എന്ന ഈ ഫിലിം ഒരു ടോട്ടൽ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. കാര്യമായി ഒരു പ്ലോട്ടും കോമഡി നമ്പേഴ്സും പെർഫോമൻസും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഫിലിം. അലക്സ് പോളിൻ്റെ മ്യൂസിക്കും ഒട്ടും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. മിനി സ്ക്രീനിൽ നിന്നും ഒരുപാട് ആക്ടേഴ്സൊക്കെ ഇതിലുണ്ട്. എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ കുറേ മോശപ്പെട്ട കോമഡി ഷോ കാണുന്ന പോലെ ഇരിക്കും ജോൺ ഹോനായി എന്ന ഈ ഫിലിം. ഇൻ ഷോർട്ട്, please don't waste your money on this movie.